ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡയമെൻഷണൽ അനാലിസിസിനെ ബേസ് ചെയ്തിട്ടുള്ള നീറ്റിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മോഷനിനെ സ്ട്രെയിറ്റ് ലൈനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും പരീക്ഷയ്ക്കായിട്ട്. നിങ്ങൾ അതിനോടൊപ്പം തന്നെ ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അപ്പം പരീക്ഷയ്ക്ക് പ്രീവിയസ് ചോദിച്ചിട്ടുള്ളതും ഇമ്പോർട്ടൻ്റ് എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. Okay, first question, a particle is moving towards westwards. Okay, a particle is moving towards westwards with a velocity 10 meter per second. In 10 seconds, the velocity changes to 10 meter per second northwards. The average acceleration in the process. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കുന്നത് വെസ്റ്റ്വേർഡ് ഡയറക്ഷൻ ആണ്. ഇനീഷ്യൽ പാർട്ടിക്കിൾ ഈസ് മൂവിങ് ടുവേർഡ്സ് വെസ്റ്റ്വേർഡ്സ്. എത്രയായിരുന്നു വെലോസിറ്റി? 10 meter per second. Okay, in 10 seconds, velocity changes to 10 meter per second in northwards. Average acceleration ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ഡയറക്ഷൻസിന് വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഇവിടെ ഡയറക്ഷൻസ് നമ്മളൊന്ന് നോക്കണം. ഫോർ എക്സാമ്പിൾ ഞാൻ കൺസിഡർ ചെയ്യുകയാണ് ഡയറക്ഷൻസ് ഈസ്റ്റ് വേർഡ്സ്, വെസ്റ്റ് വേർഡ്സ്. ഓക്കെ, ഈസ്റ്റ് വേർഡ്സ്, വെസ്റ്റ് വേർഡ്സ്, അതേപോലെ നോർത്ത് സൗത്ത് ഡയറക്ഷൻ. അപ്പോൾ ഇനിഷ്യലി the particle is moving westwards. Okay, initially the particle was moving westwards. അപ്പോൾ ഈ ഒരു ഡയറക്ഷനിലാണ് നമ്മുടെ പാർട്ടിക്കിൾ ഇനിഷ്യലി മൂവ് ചെയ്യുന്നത്. ഈ ഒരു ഡയറക്ഷനാണ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത്. എത്ര വെലോസിറ്റിയിലായിരുന്നു? വിത്ത് വെലോസിറ്റി 10 meter per second. വിത്ത് വെലോസിറ്റി 10 meter per second. In 10 seconds the velocity changes to 10 meter per second in the northward direction. നോർത്ത് ഡയറക്ഷനിലോട്ട് എത്ര വെലോസിറ്റിയിലോട്ട് ചേഞ്ച് ചെയ്തു? 10 meter per second. അപ്പം ഇതായിരുന്നു ഇറ്റ്സ് ഇനിഷ്യൽ വെലോസിറ്റി, ശരിയല്ലേ? അതിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി 10 meter per second ആയിരുന്നു. അപ്പോൾ നമുക്കിത് ഇനിഷ്യൽ വെലോസിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാം. ഇത് നമ്മുടെ ഫൈനൽ വെലോസിറ്റിയാണ്. അപ്പോൾ നമുക്ക് വെലോസിറ്റീസ് ഇപ്പോൾ ഈ തന്നിരിക്കുന്നത് കോഇനീഷ്യൽ വെക്ടേഴ്സ് ആണ്. ഇതിൻ്റെ റിസൾട്ടൻ്റ് നമുക്ക് പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷനിലൂടെ നമുക്ക് കിട്ടും. ദ റിസൾട്ടൻ്റ് ഓഫ് ദീസ് വെക്ടേഴ്സ്, ഇതിൻ്റെ റിസൾട്ടൻ്റ് നമുക്ക് പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷനിലൂടെ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇതായിരിക്കും അതിൻ്റെ റിസൾട്ടൻ്റ് വെക്ടർ. റിസൾട്ടൻ്റ് വെക്ടർ എന്തിന് ഈക്വൽ ആയിരിക്കും? The answer will be yes 10√2. നമുക്ക് പൈതഗോറസ് തിയറം ഉപയോഗിച്ച് നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ നമുക്ക് റിസൾട്ടൻ്റ് കിട്ടി. ഇനി ആവറേജ് ആക്സലറേഷൻ ശ്രദ്ധിക്കാം. എന്താണ് ആവറേജ് ആക്സലറേഷൻ്റെ കണ്ടീഷൻ? ആവറേജ് ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. ഇവിടെ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്നുള്ള കണ്ടീഷൻ നമുക്കിവിടെ കിട്ടിയേക്കുന്നത് എന്താണ്? റിസൾട്ടൻ്റ് വെലോസിറ്റി എത്രയാണ്? 10√2 എന്നുള്ള കണ്ടീഷനാണ് കിട്ടിയേക്കുന്നത്, അല്ലേ? 10√2. therefore 10√2 divided by what was the time? It was given 10 seconds. So we can cancel it and the answer will be 10√2, right? √2 നമുക്ക് കിട്ടി. അപ്പം √2 കിട്ടി. അപ്പം ശ്രദ്ധിച്ചോണം, നമുക്ക് ഈ കോമ്പറ്റീറ്റീവ് എക്സാംസ് നമ്മൾ ചാടി കയറി ആൻസേഴ്സ് എഴുതരുത്. ഇവിടെ ഒരു √2 കിടപ്പുണ്ട്, പക്ഷേ √2 meter per second ആണ്. അത് ആൻസർ ആവില്ല. √2 meter per second square പ്രോപ്പർ യൂണിറ്റുള്ള ആൻസർ ആയിരിക്കണം നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ശ്രദ്ധിക്കാം. ഗ്രാഫ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ എ ബോഡി ഈസ് ഡ്രോപ്ഡ് ഫ്രം എ ഹൈറ്റ് എച്ച്, hits the ground and rebounds to the same height, neglecting the subsequent motion and air resistance. The variation of velocity versus time is best represented by, അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ടേക്ക് ഡൗൺവേർഡ് വെലോസിറ്റി ആസ് നെഗറ്റീവ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എ ബോഡി ഈസ് ഡ്രോപ്ഡ് ഫ്രം എ ഹൈറ്റ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഹൈറ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? ഒരു ഒബ്ജക്റ്റിനെ ഡ്രോപ്പ് ചെയ്തു. അപ്പം ആ ഡൗൺവേർഡ് ഡയറക്ഷൻ എന്തായിട്ട് എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? നെഗറ്റീവായിട്ട് കൺസിഡർ ചെയ്യാം. ടേക്ക് ഡൗൺവേർഡ് വെലോസിറ്റി ആസ് നെഗറ്റീവ്. അപ്പോൾ നമുക്കറിയാം യൂണിഫോംലി ആക്സലറേറ്റിംഗ് ഒബ്ജക്റ്റ് ആണ്, ശരിയല്ലേ? ഒരു ഫ്രീലി ഫോളിംഗ് ഒബ്ജക്റ്റ് ഡ്രോപ്പ് ചെയ്തു. വാട്ട് ഹാപ്പൻസ് ടു വെലോസിറ്റി? വെലോസിറ്റി എന്തായിരിക്കും സംഭവിക്കുക? വെലോസിറ്റിയുടെ കണ്ടീഷൻ ലീനിയർലി ഇൻക്രീസസ്, ശരിയല്ലേ? ലീനിയർലി ഇൻക്രീസസ്. അപ്പോൾ ആദ്യം ഡ്രോപ്പ് ചെയ്യുന്ന കണ്ടീഷനിൽ വെലോസിറ്റി ലീനിയർലി ഇൻക്രീസസ്. ഹിറ്റ് ചെയ്ത ശേഷം എന്തായിരിക്കും? ഹിറ്റ് ചെയ്യുന്ന ആ ഒരു പോയിന്റിൽ, പർട്ടിക്കുലർ പോയിന്റിൽ ഹിറ്റ് ചെയ്താൽ ഇൻസ്റ്റൻറ്റേനിയസ്ലി വെലോസിറ്റി എന്ത് ചെയ്യും? ഡയറക്ഷൻ, അതായത് സെയിം മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും വെലോസിറ്റി. എന്ത് സംഭവിക്കും? ഡയറക്ഷൻ ഓപ്പോസിറ്റായി മാറും. അതിനുശേഷം അത് ബൗണ്ട് ചെയ്ത് മുകളിലോട്ട് പോകുമ്പോൾ ബൗൺസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? മുകളിലോട്ട് പോകുന്നതോറും വെലോസിറ്റി എന്ത് ചെയ്യും? ലീനിയർലി ഡിക്രീസസ്, ശരിയല്ലേ? ഇപ്പോൾ ഈ കണ്ടീഷൻസ് ഒന്ന് നോക്കാം. നമ്മൾ ആദ്യം ഗ്രാഫ് ബേസ്ഡുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കുമ്പോൾ ക്വസ്റ്റ്യൻ നന്നായി വായിക്കുക. ക്വസ്റ്റ്യൻ നന്നായി വായിച്ച ശേഷം അതിലെ കണ്ടീഷൻസ് നമ്മൾ നോക്കുക.
ആ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ആൾക്കാർ ഇതിൽ ഏതാണെന്ന് നോക്കിയാൽ മതി. ഏതാണ് ഇതിൽ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നതെന്ന് ഒന്ന് ശ്രദ്ധിച്ച് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്കൊന്ന് വരച്ച് നോക്കാം. ഗ്രൗണ്ടിലേക്ക് ഒബ്ജക്റ്റ് താഴേക്ക് ഡ്രോപ്പ് ചെയ്യാം, ശരിയല്ലേ? അപ്പോൾ ഇവിടെ ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയായിരിക്കും വെലോസിറ്റി? ഫസ്റ്റ് കണ്ടീഷനിൽ വെലോസിറ്റി ഇറ്റ്സ് ലീനിയർലി ഇൻക്രീസിങ് ആണ് ആദ്യത്തെ കണ്ടീഷൻ. അപ്പോൾ ഈ ഒരു കേസിൽ ലീനിയർലി ഇൻക്രീസിങ്. ശേഷം ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അതിന് പിന്നെ മുകളിലോട്ട് പോകാനാണ് ശ്രമിക്കുക, ശരിയല്ലേ? ജസ്റ്റ് ഹിറ്റ് ചെയ്യുന്ന ആ ഒരു പോയിന്റിൽ ഇൻസ്റ്റന്റേനിയസ്ലി മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി സെയിം ആയിരിക്കും. ആ ഒരു ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ആ ഒരു ഇൻസ്റ്റന്റ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. പക്ഷേ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കും, മുകളിലോട്ടായിരിക്കും പിന്നീട് അത് മൂവ് ചെയ്യാൻ ശ്രമിക്കുക. ദാറ്റ് മീൻസ് രണ്ടാമത്തെ ആ ഹിറ്റ് ചെയ്യുന്ന പോയിന്റിൽ എന്തായിരിക്കും? സെയിം മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും, വെലോസിറ്റി ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കും വിത്ത് സെയിം മാഗ്നിറ്റ്യൂഡ്, ശരിയല്ലേ? അപ്പം മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി അറ്റ് ദ ടൈം ഓഫ് ഹിറ്റ്. ജസ്റ്റ് ആ ഹിറ്റ് ചെയ്ത ടൈമിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി എന്തായിരിക്കും? സെയിം ആയിരിക്കും. ബട്ട് ഡയറക്ഷൻ ഈസ് ഓപ്പോസിറ്റ്. അത് ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കും. വന്ന് ഇടിച്ച ശേഷം പിന്നെ അങ്ങോട്ടല്ലേ പോകുന്നത്? ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കും. ഇനി അങ്ങോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വെലോസിറ്റി എങ്ങനെയായിരിക്കും? കൂടിയാണോ കുറഞ്ഞാണോ വരിക? ഉറപ്പായും കുറഞ്ഞായിരിക്കും വരിക, ശരിയല്ലേ? കാരണം ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി താഴേക്കായതുകൊണ്ട് അതിനെ ഒപ്പോസ് ചെയ്ത് മുകളിലോട്ട് പോകുമ്പം ആ ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി ലീനിയർലി ഡിക്രീസസ്. അപ്പോൾ തേർഡ് കണ്ടീഷനിൽ ലീനിയർലി ഡിക്രീസസ്. അപ്പോൾ ഇവിടെ സാധിച്ചു നോക്കിയാൽ ആദ്യത്തെ കണ്ടീഷനിൽ അത് ഡൗൺവേർഡ് ആണ്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ടേക്ക് ഡൗൺവേർഡ് വെലോസിറ്റി ആസ് നെഗറ്റീവ്. അപ്പോൾ നെഗറ്റീവ് ആക്സിസിൽ വേണം നമ്മൾ ആദ്യത്തെ കണ്ടീഷൻ രേഖപ്പെടുത്തുന്നത്. അപ്പം നെഗറ്റീവ് ആക്സിസിൽ ആദ്യത്തെ കണ്ടീഷൻ രേഖപ്പെടുന്നത് ഇവിടെയുണ്ട്, ഈ ഒരു കണ്ടീഷനുണ്ട്. ആദ്യത്തെ കണ്ടീഷൻ ഇവിടെ നോക്കിയേ, ഇത് പോസിറ്റീവ് ആക്സിസിലാണ് കൊടുത്തിരിക്കുന്നത്. ശരിയാവുമോ? ഇല്ല. ഇവിടെ നോക്കിയേ, ഇനിഷ്യലി അതെന്താ? നെഗറ്റീവ് ആക്സിസിലേക്ക് ലീനിയർലി ഇൻക്രീസിങ് എന്നൊരു കണ്ടീഷനാണ്, ശരിയാണ്. എന്നിട്ട് ഒരു പോയിന്റിൽ ഹിറ്റ് ചെയ്ത ശേഷം ആ ഒരു പർട്ടിക്കുലർ ടൈമിലുള്ള അതിൻ്റെ വെലോസിറ്റി നോക്കിയേ സെയിം ആയിട്ട് മാഗ്നിറ്റ്യൂഡ്, പക്ഷേ ഡയറക്ഷൻ ഇവിടെ ആയതുകൊണ്ടാണ്, ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയതുകൊണ്ടെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ട് മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. ഇപ്പോൾ ഇവിടെയുള്ള മാഗ്നിറ്റ്യൂഡ് എത്രയാണോ, ഈ ഒരു പോയിന്റിലുള്ള മാഗ്നിറ്റ്യൂഡ് എത്രയാണോ അതിനെ അതേപോലെ തന്നെ. ഇപ്പോൾ ഇവിടെ ഞാനിപ്പം -v എന്നാണ് കൊടുക്കുന്നതെങ്കിൽ പ്രോപ്പർ വിയിലായിരിക്കും അത് നിൽക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു പോയിന്റിൽ എൻ്റെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി കിട്ടി. ഇനി അതിനുശേഷം എന്താ? ലീനിയർലി ഡിക്രീസസ്. അപ്പം ഈ ഒരു ഗ്രാഫാണ് അതിന് ആപ്റ്റായിട്ട് വരിക. അപ്പോൾ ഇതേപോലെ ഗ്രാഫ് തന്നെയാണ് ഈ ഓപ്പോസിറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്, പക്ഷേ ഇതിൻ്റെ കണ്ടീഷൻസ് ഡിഫറൻ്റ് ആണ്. അപ്പം ശ്രദ്ധിച്ചു വേണം ഗ്രാഫിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഡേറ്റാസ് ഇതിൽ നിന്നും മനസ്സിലാക്കി ആ ഡേറ്റാസ് എന്തൊക്കെയാണോ നമുക്ക് മീൻ ചെയ്തത് അത് ഈ ഗ്രാഫിൽ ഏതാണോ സാറ്റിസ്ഫൈ ചെയ്യുന്നത് ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ. അപ്പോൾ ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ വേരിയേഷൻ ഓഫ് ആക്സിലറേഷൻ വിത്ത് ടൈം ഓഫ് ആൻ ഒബ്ജെക്ട് വിച്ച് ജസ്റ്റ് സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് ഈസ് ഷോൺ ഇൻ ദി ഫിഗർ. ഓക്കെ, ഗ്രാഫിൽ തന്നിട്ടുണ്ട്. ദ മാക്സിമം സ്പീഡ് അറ്റൈൻഡ് ബൈ ദ ഒബ്ജെക്റ്റ് ഈസ് അപ്പോൾ ഇത് കുറച്ചും കൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഗ്രാഫ് തന്നിരിക്കുന്നത് ആക്സിലറേഷൻ വേഴ്സസ് ടൈം ഗ്രാഫാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരു കണ്ടീഷൻ, ദ ഒബ്ജെക്ട് വിച്ച് ഈസ് ജസ്റ്റ് സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ്, ദാറ്റ് മീൻസ് ഇറ്റ്സ് ഇനീഷ്യൽ വെലോസിറ്റി ഈസ് 0. സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് ആണെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റി 0 ആയിരിക്കുമല്ലോ, അത് ഉറപ്പാണല്ലോ നമുക്ക്. അപ്പം ഓർക്കാം, നമുക്ക് ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു, വി നീഡ് ടു ഫൈൻഡ് ദി ആക്സിലറേഷൻ. നമുക്ക് എന്താ കണ്ടെത്തേണ്ടത്? ദ മാക്സിമം സ്പീഡാണ് കണ്ടെത്തേണ്ടത് അല്ലേ? ആക്സിലറേഷൻ്റെ കണ്ടീഷൻ നമുക്കറിയാം. എന്താണ് ആക്സിലറേഷൻ? ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു നമുക്ക് ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം എന്ന് പറയാം. ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം. ഈ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി, ഡിവൈഡഡ് ബൈ ടൈം. ആക്സിലറേഷൻ ഈക്വലൻ്റ് ആണ്. ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇനീഷ്യൽ വെലോസിറ്റി എന്തായി പോയി? ഒബ്ജെക്ട് സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് ആണെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റി 0 ആയിരിക്കും. ദാറ്റ് മീൻസ് ആക്സിലറേഷൻ ഇൻറ്റു ടൈം എന്ത് തരും നമുക്ക്? ആക്സിലറേഷൻ ഇൻറ്റു ടൈം ഗീവ്സ് ദി ഫൈനൽ വെലോസിറ്റി. ശരിയല്ലേ? ആക്സിലറേഷൻ ഇൻറ്റു ടൈം ഗീവ്സ് ദി ഫൈനൽ വെലോസിറ്റി. ഇപ്പോൾ ഗ്രാഫിൽ ആക്സിലറേഷൻ വേഴ്സസ് ടൈം ഗ്രാഫ് ആണെങ്കിൽ ആക്സിലറേഷൻ ഇൻറ്റു ടൈം ഫൈനൽ വെലോസിറ്റി എന്നാൽ, അതായത് ഈ ഏരിയ, ഇത്രയും ഏരിയ എന്തായിരിക്കും തരിക? അവിടെയുള്ള ഫൈനൽ വെലോസിറ്റി ആയിരിക്കും.
ആ ഫൈനൽ വെലോസിറ്റി അല്ലെങ്കിൽ ആ സ്പീഡായിരിക്കും തരുന്നത്, മാക്സിമം സ്പീഡ്. അപ്പോൾ നമുക്ക് ഏരിയ കണ്ടെത്തിയാൽ മതി. ഏത് ഇക്വേഷൻ കൊടുക്കാം? ട്രയാങ്കിൾ ആയതുകൊണ്ട് വി ക്യാൻ കൺസിഡർ ഹാഫ് ബി എച്ച്, റൈറ്റ്? ഹാഫ് ബി ഇൻറ്റു ദാറ്റ് ഈസ് 10 ഇൻറ്റു another 10, that means 10 meter per second square 10 second ആയതുകൊണ്ട് into 10, that is 100 divided by 2, that is 50. Yes, 50 meter per second, 50 meter per second അതായിരിക്കും നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പോൾ ഗ്രാഫ് ബേസിലുള്ള ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കുക. ഇത് കുറച്ചും കൂടെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യുമ്പം ക്വസ്റ്റ്യൻ ആദ്യം കണ്ട ശേഷം നിങ്ങൾ എന്ത് ചെയ്യുന്നു, പൗസ് ചെയ്യുക, തനിയെ ചെയ്യാൻ പറ്റുന്നോ നോക്കുക, ചെക്ക് ചെയ്യുക. പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഭാഗം സ്കിപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാൻ. നമ്മുടെ സമയം അത്രയും നിങ്ങൾ കളയരുത്. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഈസ് the area time graph of a body which just starts from rest is shown in the figure. The distance travelled by the body in the 7th second. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കാരണം നമ്മൾ ലാസ്റ്റ് ഡയമെൻഷൻ അനാലിസിസിൻ്റെ പാർട്ട് 1 നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. 7th സെക്കൻഡ്, അത് nth സെക്കൻഡിലെ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തതിൻ്റെ ഇക്വേഷൻസ്. ഇവിടെ ആ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചാണ് നമ്മൾ ഇതൊന്നും ചെയ്യാൻ പോകുന്നത്. എന്താണ് ഈ 7th സെക്കൻഡിൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തത്? ഇങ്ങനൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ 7th സെക്കൻഡ്, ഒരു എക്സാമ്പിൾ ഞാൻ ആദ്യം പറയാം, ഒന്ന് ശ്രദ്ധിക്കുക. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു ഒബ്ജക്റ്റിൻ്റെ ഡിസ്റ്റൻസ് ട്രാവലിൻ്റെ കണ്ടീഷൻ പറയുകയാണ് 1 സെക്കൻഡ്, 2 സെക്കൻഡ്, 3 സെക്കൻഡ്. 1, 2, 3. ഫോർ എക്സാമ്പിൾ, അത് ഓരോ ടൈം നോക്കുകയാണ്. ഇപ്പോൾ ഇവിടെ 5 സഞ്ചരിച്ചു 1 സെക്കൻഡിൽ. ദെൻ ടോട്ടൽ ഇവിടെ നിന്ന് 2 സെക്കൻഡ് വരെ അത് 10 സഞ്ചരിച്ചു. ദെൻ ഹിയർ അപ് ടു ഹിയർ ഇത്. അപ്പം മൊത്തത്തിൽ 3 സെക്കൻഡ് ആയപ്പോഴത്തേന് 3 സെക്കൻഡിൽ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു? 15. 2 സെക്കൻഡ് ആയപ്പോഴത്തേന് അത് 10 ആയിരുന്നു. ഫസ്റ്റ് സെക്കൻഡിൽ അത് 5 ആയിരുന്നു. ഇപ്പം നമ്മുടെ ചോദ്യം, വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ഒബ്ജക്റ്റ് ഇൻ ദി 3rd സെക്കൻഡ്? 3rd സെക്കൻഡ് ശ്രദ്ധിച്ചോണം, 3rd സെക്കൻഡ്. This is the distance travelled by the object in 1 second. 1 സെക്കൻഡിൽ അത് എത്ര ട്രാവൽ ചെയ്തു? 5. This is the distance travelled in 2 seconds. 2 സെക്കൻഡ് മൊത്തത്തിൽ 2 സെക്കൻഡിൽ എത്ര ട്രാവൽ ചെയ്തു? 10. സെക്കൻഡ് എന്ന് വെച്ചാൽ എന്താ? ഇത് 1 ആണ്. 1 സെക്കൻഡ്, ശരിയല്ലേ? ഇവിടെ നിന്ന് ഇങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് സെക്കൻഡ്. രണ്ടാമത്തെ സെക്കൻഡ് ഇതാണ്. ഈ ഒരു സെക്കൻഡിൽ എത്ര ട്രാവൽ ചെയ്ത് കാണും? അത് കണ്ടെത്തണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ? ഈ മൊത്തത്തിൽ ഇവിടുന്ന് 10 മൈനസ് 5 മീൻസ് ഇവിടെ ഒരു 5 മീറ്റർ കവർ ചെയ്തു ആ രണ്ടാമത്തെ സെക്കൻഡിൽ. ഇനി 3rd സെക്കൻഡ് നോക്കിയാൽ 3rd സെക്കൻഡിനെയാണ് കണ്ടെത്തണമെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ? മൊത്തത്തിൽ 3 സെക്കൻഡിൽ എത്ര ട്രാവൽ ചെയ്ത് നോക്കും. അതിൽ നിന്നും 2 സെക്കൻഡിൽ എത്ര എന്നുള്ളത് നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യും. നമുക്ക് ആ 3rd സെക്കൻഡിൽ കിട്ടും. ദാറ്റ് മീൻസ് nth സെക്കൻഡിൽ കണ്ടെത്തണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് നമ്മൾ? nth സെക്കൻഡിൽ നമ്മൾ കണ്ടെത്തണമെങ്കിൽ, nth സെക്കൻഡിൽ ഡിസ്റ്റൻസ് ട്രാവൽ ആണെങ്കിൽ യെസ്, nth സെക്കൻഡ്സിലെ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് മൈനസ് n-1th സെക്കൻഡിൽ. ഈ ഒരു ഫോം ആയിരിക്കണം നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത്. ഇതുപോലെ നമുക്ക് 7th സെക്കൻഡിലാണ് കണ്ടെത്തേണ്ടത്. വളരെ പ്രാധാന്യമുള്ളൊരു ക്വസ്റ്റൻ ആണ് കേട്ടോ. ശ്രദ്ധിക്കുക, വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ nth സെക്കൻഡ് ഡിസ്റ്റൻസ് ട്രാവൽ? u പ്ലസ് a/2 ഇൻറ്റു 2n-1. ഈ ഒരു ഇക്വേഷൻ വേണം നമ്മൾ ഉപയോഗിക്കാൻ. u പ്ലസ് a/2 ഇൻറ്റു 2n-1. ഓർത്തിരിക്കാം ഇക്വേഷൻ. ഈ ഇക്വേഷൻ ഉപയോഗിക്കുമ്പോൾ u അതിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി, a ആക്സിലറേഷൻ, n എന്താണെന്ന് നോക്കാം. n എന്ന് വെച്ചാൽ ഇവിടെ 7th സെക്കൻഡിലാണ് കണ്ടെത്തേണ്ടത്. ഇത് 6 സെക്കൻഡ്സ് വരെയാണ്. ഇത് ടൈം 6 ആണ്, ഇത് 12 ആണ്. അപ്പം ഇൻ ബിറ്റ്വീൻ 7, 8, 9, 10, 11, 12, ശരിയല്ലേ? അപ്പം ഈ 7 സെക്കൻഡ്സ് വരെയുള്ള കണ്ടെത്തണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ 7 വരെയുള്ള കണ്ടെത്തുക, -6 വരെയുള്ളത് കുറയ്ക്കുക. അപ്പോൾ നമുക്ക് ഈ 7th സെക്കൻഡിലെ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് കിട്ടും. 7th സെക്കൻഡിൽ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇത്രയും ഭാഗം എന്തായിരിക്കും തരിക? ഈ ഒരു ഏരിയ ആക്സിലറേഷൻ ടൈം ഗ്രാഫ് ആണ്. ഏരിയ റെപ്രസെൻറ്റ്സ് ദ വെലോസിറ്റി എന്ന് പറഞ്ഞു. ഇവിടെ ഏത് വെലോസിറ്റി ആയിരിക്കും? ഈ ഒരു ഏരിയ തരുന്നത് ഇനിഷ്യൽ വെലോസിറ്റി ആയിരിക്കും. അപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി u കണ്ടെത്താൻ ആ ഏരിയ കണക്കാക്കാം. ദാറ്റ് മീൻസ് ഹാഫ് ബി എച്ച് എന്നുള്ള കണ്ടീഷൻ ട്രയാങ്കിൾ ആയതുകൊണ്ട് ഉപയോഗിക്കാം. ഹാഫ് ബിയുടെ വാല്യൂ 6 ഇൻറ്റു h 5, ദറ്റ് ഈസ് 30/2, ദറ്റ് ഈസ് 15. എനിക്ക് u വാല്യൂ കിട്ടി. ഇനി ആക്സിലറേഷൻ എത്രയാണ്? 7th സെക്കൻഡിലോട്ടാണ് പോകുന്നത്, ശരിയല്ലേ? 7th സെക്കൻഡിലോട്ടൊക്കെ പോകുമ്പോൾ ആക്സിലറേഷൻ എത്രയാണ് നോക്കിയേ? 5. സോ ആക്സിലറേഷൻ ഈസ് 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇനി അവിടെ n വാല്യൂ നോക്കി, എത്ര സെക്കൻഡിലുള്ളതാണ്? 1 സെക്കൻഡ്. ഇവിടെയുള്ള ഇത്രയും ഭാഗത്ത് കണ്ടെത്തിയാൽ മതി. അതാണ് നമ്മുടെ 7th സെക്കൻഡ്.
ഇത്രയുമാണ് നമ്മുടെ 7th സെക്കൻഡ്. ഇത് എത്രയാണ്? 8th സെക്കൻഡാണ്. ഇത് ഇത്രയും 9th സെക്കൻഡാണ്. ഇത് 10th 11th 12th സെക്കൻഡ്. അങ്ങനെ പറയുമ്പോൾ ഇത്രയും ചേരുമ്പോൾ 1 ആണ് അല്ലേ? എന്നിൻ്റെ വാല്യൂ വി ക്യാൻ സേ ഇറ്റ് ഈസ് 1. Now we can substitute. നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. Sn ഈസ് ഈക്വൽ ടു 7th സെക്കൻഡ് ഡിസ്റ്റൻസ് ട്രാവൽ ഈസ് ഈക്വൽ ടു u എത്രയാ? 15 പ്ലസ് a 5 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 2n മൈനസ് 1 ദറ്റ് ഈസ് 2 ഇൻറ്റു 1 ദറ്റ് ഈസ് 2 മൈനസ് 1 ദറ്റ് ഈസ് 15 പ്ലസ് 5 ബൈ 2 ഇൻറ്റു 2 മൈനസ് 1 ദറ്റ് ഈസ് 1 ഇറ്റ് സെൽഫ്. ദറ്റ് ഈസ് 15 പ്ലസ് 5 ബൈ 2 ഇൻറ്റു 1 ദറ്റ് ഈസ് 5 ബൈ 2 എത്രയായിരിക്കും? 2.5 ദറ്റ് ഈസ് 17.5. ആൻസർ നോക്കാം. യെസ് 17.5. അപ്പം nth സെക്കൻഡിൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തതിൻ്റെ ഇക്വേഷൻ നിങ്ങൾ ഏത് ഉപയോഗിക്കുക? Sn ഈസ് ഈക്വൽ ടു u പ്ലസ് a ബൈ 2 ഇൻറ്റു 2n മൈനസ് 1. ചില ടെക്സ്റ്റിൽ u പ്ലസ് a ഇൻറ്റു n മൈനസ് 1 ബൈ 2 എന്നും ഒരു ഇക്വേഷൻ ഉണ്ട്. രണ്ടും സെയിം തന്നെയാണ്, രണ്ടും സിമിലർ ഇക്വേഷൻ തന്നെയാണ്. ഓക്കെ, അപ്പം ഈ ഒരു കണ്ടീഷൻ നിങ്ങൾ ഉറപ്പായും പഠിച്ചിരിക്കണം. ഓക്കെ, നമ്മളിനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മളെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ശ്രദ്ധിക്കാം. ഇൻ എ 100 meter race an athlete accelerates uniformly for some time, same time alla, for some time, attains his maximum speed of 10 meter per second and thereafter maintains this steady speed and finishes the race in a total time of 15 seconds. The initial time for which he accelerated is. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കാം. ഇൻ എ 100 meter race, അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയായിരിക്കാം? 100 meter റേസേ ഉള്ളൂ. സ്റ്റാർട്ടിംഗ് പോയിന്റ് തൊട്ട് ഫിനിഷിംഗ് പോയിന്റ് വരെ 100 meter. അത് ക്ലിയർ ആയി. ഓക്കെ, ദെൻ ദ അത്ലറ്റ് ആക്സിലറേറ്റ്സ് യൂണിഫോംലി ഫോർ സം ടൈം. അപ്പോൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് തൊട്ട് റെസ്റ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ ഓട്ട മത്സരത്തിനൊക്കെ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. അപ്പം യൂണിഫോംലി ആക്സിലറേറ്റിംഗ് ആണ്. യൂണിഫോംലി ആക്സിലറേറ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റിയൊക്കെ ടൈമും വെച്ചിട്ടുള്ള ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഒരു മാക്സിമം സ്പീഡ് അതിന് ശേഷം സം ടൈം ആൻഡ് അറ്റൈൻസ് ഹിസ് മാക്സിമം സ്പീഡ്. അപ്പോൾ മാക്സിമം സ്പീഡ് എത്രയാണ്? ഓഫ് 10 meter per second അറ്റൈൻ ചെയ്ത ശേഷം ആൻഡ് ദെയർ ആഫ്റ്റർ മെയിൻറ്റെയിൻസ് ദിസ് സ്റ്റഡി സ്പീഡ്. അപ്പോൾ ആ 10 meter per second ആണ്. അപ്പോൾ ആ ഓടി ഒരു പർട്ടിക്കുലർ ടൈം എത്തിയപ്പോൾ എന്ത് ചെയ്തു? 10 meter per second എന്നുള്ള ആ ഒരു മാക്സിമം സ്പീഡ് അറ്റൈൻ ചെയ്തു. പിന്നീട് അത് കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിർത്തി. അവസാനം ഫിനിഷിംഗ് പോയിന്റ് വരെ ആ പറയുന്ന 10 meter per second നിലനിർത്തി. നമുക്ക് കണ്ടെത്തേണ്ടത് ടോട്ടൽ ടൈം എത്ര സമയം എടുത്തു നോക്കാം. ഫിനിഷസ് ദ റേസ് ഇൻ ടോട്ടൽ ടൈം ഓഫ് 15 seconds. 15 സെക്കൻഡ് കൊണ്ട് ഫിനിഷ് ചെയ്തു. മൊത്തത്തിൽ 15 സെക്കൻഡേ എടുത്തുള്ളൂ. ദ ഇനീഷ്യൽ ടൈം ഫോർ വിച്ച് ഹി ആക്സിലറേറ്റഡ് ഈസ്. എത്രയായിരിക്കും ഇനീഷ്യൽ ടൈമിൽ ആക്സിലറേഷനുള്ള ആക്സിലറേഷൻ തുടങ്ങിയ ആ ഇനീഷ്യൽ ടൈം എത്രയാണെന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് കണ്ടീഷൻസ് എല്ലാം അല്ലെങ്കിൽ ഡേറ്റാസ് എല്ലാം നമുക്ക് കിട്ടി. എന്തൊക്കെയാണ് ഡേറ്റാസ് നമുക്ക് കിട്ടിയത്? അവിടെ ആ ഒരു റേസ് സ്റ്റാർട്ടിംഗ് പോയിന്റ് തൊട്ട് ഫിനിഷിംഗ് പോയിന്റ് വരെയുള്ള ഡിസ്പ്ലേസ്മെൻറ്റ്, ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? 100 ആണ്. ശരിയല്ലേ? ഈസ് 100 meter റേസ്. ടോട്ടൽ എത്ര സമയം കൊണ്ടാണ് ഫിനിഷ് ചെയ്തത്? 15 seconds കൊണ്ട് അത് ഫിനിഷ് ചെയ്തു. കുറച്ചു ദൂരം എത്ര സമയം എത്രയാണ്? കുറച്ച് ദൂരം യൂണിഫോംലി ആക്സിലറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യൂണിഫോംലി ആക്സിലറേറ്റ് ചെയ്യാണ്. കുറച്ച് ദൂരം ഒരു പർട്ടിക്കുലർ ടൈം എത്തിയപ്പോൾ പിന്നീട് എന്ത് ചെയ്തു? കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള സ്പീഡ്, അതായത് ഇവിടെ എത്തിയ ശേഷം എത്രയാണ്? 10 meter per second എന്നുള്ള കോൺസ്റ്റൻ്റ് വേഗതയാണ്. പിന്നീട് ഇവിടെ എല്ലാം എന്ത് തന്നെയാണ്? 10 meter per second തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്ത് അവസാനം വരെ, അല്ലേ? അപ്പോൾ ഈ ഒരു ടൈമാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ശരിയല്ലേ? ദ ഇനീഷ്യൽ ടൈം ഫോർ വിച്ച് ഹി ആക്സിലറേറ്റഡ്. അപ്പോൾ ആക്സിലറേറ്റ് ചെയ്ത ആ ഇനീഷ്യൽ ടൈം എത്രയാണെന്ന്, അതായത് ഈ ഒരു ടൈമാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് ഗ്രാഫ് ഒന്ന് വരച്ചു തുടങ്ങാം. അതായത് ഈ തന്നിരിക്കുന്നതിൽ കണ്ടീഷൻസ് നോക്കിയാൽ വെലോസിറ്റി വേഴ്സസ് ടൈം ഗ്രാഫ് നമ്മളൊന്ന് പ്ലോട്ട് ചെയ്താൽ യൂണിഫോംലി ആക്സിലറേറ്റ് ചെയ്യുന്ന ഒരു വസ്തു, അത് ഫ്രീലി ഫാളിങ് ഒബ്ജക്റ്റിൻ്റെ ആയാലും നമ്മൾ മോഷൻ്റെ സ്ട്രേറ്റ് ലൈൻ എന്നുള്ള ചാപ്റ്ററിൽ പഠിക്കുന്നതാണ്. അതിൻ്റെ ഗ്രാഫ് റെസ്റ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ ഒരു സ്ട്രേറ്റ് ലൈൻ ലീനിയർലി ഇൻക്രീസിങ് ഗ്രാഫ് നമുക്കവിടെ കിട്ടും. അപ്പം ഒരു പർട്ടിക്കുലർ ടൈം എത്തിയ ശേഷം, അതായത് ഞാൻ പറയുകയാണ് ഈ ഒരു പർട്ടിക്കുലർ ടൈം, ഓക്കെ, ഈ ഒരു പർട്ടിക്കുലർ ടൈം എത്തിയ ശേഷം, അത് ടി ആണെന്നിരിക്കട്ടെ, ഈ ഒരു ടൈം വരെയുള്ള എന്താണ് കണ്ടീഷൻ? ഈ ഒരു ടൈം വരെ എന്താണ് കണ്ടീഷൻ? ഇതിന് ശേഷം ആഫ്റ്റർ സം ടൈം എന്തായിരിക്കും? അറ്റൈൻസ് ഈസ് മാക്സിമം സ്പീഡ് ഓഫ് 10 meter per second. ഇവിടെ എത്തിയപ്പോൾ മാക്സിമം സ്പീഡ് അറ്റൈൻ ചെയ്തു. യൂണിഫോംലി ആക്സിലേറ്റിംഗ് ആണ്, ഇൻക്രീസിങ് വെലോസിറ്റി ആണ്. ഒരു പർട്ടിക്കുലർ ടൈം എത്തിയപ്പോൾ ഇവിടെ എത്രയായിരിക്കും? അപ്പം ഈ ഒരു പോയിന്റ് വരെ എത്രയായിരിക്കും? ഈ ഒരു പോയിന്റ് വരെ വെലോസിറ്റി നമുക്ക് പറയാം എത്രയായിരിക്കും? ഇവിടെ 10 meter per second ആയിരിക്കും.
അതിനുശേഷം എന്താ ചെയ്തേക്കുന്നത്? ദെയർ ആഫ്റ്റർ മെയിൻറ്റെയിൻസ് ദിസ് സ്റ്റഡി സ്പീഡ്, റൈറ്റ്? ആ സ്പീഡ് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്തു. എവിടം വരെ? ഫിനിഷ് ചെയ്യും വരെ. ഫിനിഷ് ചെയ്യും വരെ. ഞാൻ പറയാണ്ട് ഇതാണ് ഫിനിഷിംഗ് പോയിന്റ് എന്ന് വിചാരിക്കാം. ഫിനിഷിംഗ് പോയിന്റ്, ദാറ്റ് മീൻസ് ടോട്ടൽ ടൈം എത്രയാണ് ഇവിടെ? 15 seconds ആണ് ഇവിടം വരെ. ശരിയല്ലേ? അപ്പം 15 seconds ആണ് അവിടം വരെ. ഓക്കെ, 15 seconds വരെ നമുക്ക് കിട്ടി. ഇനി നമുക്ക് കണ്ടെത്തേണ്ട ഈ ഒരു ടൈമാണ്. ഇത്രയും 15 ആണ്, ഇത്രയും ടി ആണെങ്കിൽ ഇതെത്രയായിരിക്കും? ഇത്രയും 15, ഇത്രയും ടി ആണെങ്കിൽ ദിസ് വിൽ ബി, യെസ്, അവിടം വരെ 15 മൈനസ് ടി ആയിരിക്കും. ശരിയല്ലേ? ഇവിടം വരെ 15 മൈനസ് ടി ആയിരിക്കും. ഇനി നമുക്ക് ടി വാല്യൂ കണ്ടെത്തണമെങ്കിൽ ഈ ഒരു ഗ്രാഫ് വെലോസിറ്റി വേഴ്സസ് ടൈം ഗ്രാഫ് അല്ലേ? വെലോസിറ്റി ഇൻറ്റു ടൈം എന്ത് തരും നമുക്ക്? ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഈ ഗ്രാഫിൽ ഈ ഏരിയാസൊക്കെ എന്തായിരിക്കും തരുന്നത്? ടോട്ടൽ ഏരിയ അണ്ടർ ദ ഗ്രാഫ് നമുക്ക് എന്തായിരിക്കും തരിക? യെസ്, വെലോസിറ്റി ഇൻറ്റു ടൈം ഗ്രാഫ് ആണെങ്കിൽ അതെന്ത് തരും? ഡിസ്പ്ലേസ്മെൻറ്റ്. ശരിയല്ലേ? അപ്പോൾ നമുക്കവിടെ വെലോസിറ്റി ഇൻറ്റു ടൈം എന്തായിരിക്കും തരിക? ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഇവിടെ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് 100 ആണെന്നറിയാം. ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ കണ്ടീഷൻ നോക്കാം. ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? ഡിസ്പ്ലേസ്മെൻറ്റ് 100. ഞാൻ പറയാണ് 100 ഈസ് ഈക്വൽ ടു ഈ ഡിസ്പ്ലേസ്മെൻറ്റ് ഈ ഗ്രാഫിൽ നിന്നൊന്ന് പറഞ്ഞു നോക്കിയേ. ഈ ഗ്രാഫിൽ നിന്നും നമുക്ക് രണ്ടായിട്ട് കണ്ടീഷൻസ് ഇതാ. ഇതൊരു ട്രയാങ്കിൾ, ശരിയല്ലേ? ഈ ഒരു ട്രയാങ്കിൾ അതിൻ്റെ ഏരിയ പ്ലസ് ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ, ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണല്ലോ ടോട്ടൽ ഏരിയ. ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ത് പറയാം? ഹാഫ് ബി ഈസ് ടി ഇൻറ്റു വാട്ട് ഈസ് എച്ച്? എച്ച് ഈസ് ഹൈറ്റ്, ദാറ്റ് വിൽ 5. ശരിയല്ലേ? സോറി, ഇറ്റ് ഈസ് 10. അപ്പം ഹാഫ് ബി എച്ച് എന്നുള്ള കണ്ടീഷൻ കൊടുത്തു. പ്ലസ് അടുത്ത ഏരിയ എന്താണ്? റെക്റ്റാങ്കിൾ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് എന്നുള്ള ഫോമിൽ നമുക്കിവിടെ പറയാം എത്രയാ? ദിസ് ഈസ് 15 മൈനസ് ടി ഇൻറ്റു 10. 15 മൈനസ് ടി ഇൻറ്റു 10. ഓക്കെ, ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. 100 ഈസ് ഈക്വൽ ടു 10t/2, ദാറ്റ് ഈസ് 5t, പ്ലസ് 15 ഇൻറ്റു 10, ദാറ്റ് ഈസ് 150 മൈനസ് 10t, റൈറ്റ്? നമുക്ക് ഈ ഒരു കണ്ടീഷൻസ് ഒക്കെ നോക്കാം. ദാ ഇവിടെ തന്നിരിക്കുന്നത് 5t മൈനസ് 10t എത്രയാണെന്ന് നോക്കാം. ദാറ്റ് ഈസ് 100 മൈനസ് 150 ഈസ് ഈക്വൽ ടു 5t മൈനസ് 10t ഈസ് മൈനസ് 5t. ദാറ്റ് ഈസ് മൈനസ് 50 ഈസ് ഈക്വൽ ടു മൈനസ് 5t. മൈനസ് നമുക്ക് കളയാം. ടി ഈസ് ഈക്വൽ എന്ത് വരും? യെസ്, 50/5. ക്യാൻസൽ ചെയ്താൽ നമുക്ക് 10 എന്ന് കിട്ടും. ശരിയല്ലേ? 10 seconds നോക്കാം. യെസ്, ഫസ്റ്റ് ആൻസർ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഗ്രാഫ് വരച്ച ശേഷം നമുക്ക് ചെയ്യാൻ പറ്റും. ഗ്രാഫും കൂടെ നമ്മൾ പ്ലോട്ടിൻ്റെ, അപ്പം ക്വസ്റ്റ്യൻസ് എത്രമാത്രം പ്രാധാന്യത്തോടെ നമ്മൾ വായിച്ച് നോക്കണം എന്നുള്ളതോടെ നോക്കാം. ഓക്കെ, അപ്പം നിങ്ങൾ പ്രിപ്പയർ ചെയ്തതിനോടൊപ്പം തന്നെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുക. ആദ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒന്ന് ക്വസ്റ്റ്യൻ കണ്ട ശേഷം ഒന്ന് പൗസ് ചെയ്യുക, ദെൻ ചെയ്യാൻ ശ്രമിക്കുക. ആൻസേഴ്സ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു പോർഷൻ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടല്ലോ? എല്ലാവരും അപ്പം വളരെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ആവശ്യമുള്ള ടോപ്പിക്കുകൾ കൂടി നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനത് കൂടി ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഓരോ ചാപ്റ്റേഴ്സ് എടുത്ത് പോകാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നമുക്കിനി കുറച്ച് ടൈമിംഗ് കൂടെ ഉള്ളൂ. അപ്പോൾ മാക്സിമം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നിങ്ങൾക്ക് ഇതിലൂടെ നമ്മുടെ വീഡിയോസിലൂടെ കിട്ടാൻ ചാൻസസ് ഉണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം ഇന്നത്തെ നമ്മുടെ സെക്ഷനിൽ മോഷൻ ഇൻ സ്ട്രേറ്റ് ലൈനിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയത്. തീർന്നിട്ടില്ല നമ്മുടെ മോഷൻ ഇൻ സ്ട്രേറ്റ് ലൈനിലെ ക്വസ്റ്റ്യൻസ്. നമ്മൾ അടുത്ത പാർട്ടിലും ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിരിക്കും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കും. കുറച്ചും കൂടി ഡിഫിക്കൽട്ടി കൂടിയ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്ത് ആ ഒരു സെക്ഷനിൽ പോകാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ടോപ്പിക്കുകൾ കൂടി നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക. ഞാൻ മാക്സിമം നിങ്ങൾക്ക് ക്ലാസ്സസ് അതിനനുസരിച്ച് എടുക്കാൻ ശ്രമിക്കുന്നതായിരിക്കും.